ഇത് അടീനിയത്തിൻ്റെ വിത്താണ്. ഇത് വിത്ത് മൂത്ത് ഉണങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ അതിനകത്തുനിന്ന് വരുന്നത്. രണ്ട് സൈഡിലും അപ്പൂപ്പൻ താടി പോലെയും നടുക്കായിട്ട് അതിൻ്റെ വിത്തും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വിത്ത് പറിച്ചിട്ട് ഞാൻ നടാനായിട്ട് എടുക്കാൻ പോവാണേ. ഇതതിൻ്റെ വിത്ത് വരുന്നത്. ഇത് അടീനിയത്തിൻ്റെ വിത്താണ്, ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന. ഇതിൻ്റെ ഇത് അടത്തി എടുത്തിട്ട് നമുക്ക് ചെറിയ ചട്ടിയിലോട്ട് പാകി എടുക്കാം. അത് പാകി കിളുത്ത് വരുന്നുണ്ട്. ഞാൻ നേരത്തെ നട്ടതും വിത്തിട്ടിട്ട് കിളുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിത്ത് അടത്തി എടുത്തിട്ട് എടുക്കട്ടെ. ഇത് ഓരോന്നായിട്ട് ഈ ഒരു അപ്പൂപ്പൻ പോലെ ഇരിക്കുന്നതിൽ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന ഇതിൻ്റെ വിത്തുള്ളത്. ഇതെല്ലാം കിളുക്കുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് കിളുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് തൈ കിട്ടിയായിരുന്നു ഇതിൻ്റെ ഈ വരുന്നത്. ഇത് അടത്തിയെടുക്കട്ടെ. ഇത്രയും വിത്താണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കിയും കൂടി ഉണ്ട്. അപ്പം വീഡിയോ എടുക്കുമ്പോഴത്തേന് കുറച്ച് സന്ധ്യ ഇരുട്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുക്കാൻ പെട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വിത്ത് ഇനിയുണ്ട്, കുറച്ചുകൂടെ ഉണ്ട് വിത്ത്. അപ്പോൾ ഇത് ചട്ടിയിലോട്ട് പാകാം. ഇത് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്, മണ്ണും കുറച്ച് വളം ഇട്ടിട്ടുണ്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് പാകാം. പിന്നെ കുറച്ച് വെള്ളം നനച്ചിട്ട് വെച്ചേക്കാം. ബാക്കിയും കൂടെ ഞാൻ കുറച്ചുകൂടെ ഉണ്ട് വിത്ത്, അതുകൂടെ ഇട്ടിട്ട് വെള്ളം നനച്ച് വെക്കാം. അടീനിയത്തിൽ ഫ്ലവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ അടീനിയത്തിലും നല്ല നല്ല ഫ്ലവർ ഉണ്ടായിരുന്നു. മഞ്ഞയൊക്കെ നിറച്ച് പൂത്ത് നിന്നിരുന്ന ഇപ്പോഴത്തേനും പൂ കുറഞ്ഞിട്ടുണ്ട്. മഞ്ഞയിലും വെള്ളയിലും ഒക്കെ നിറച്ച് പൂവുണ്ടായിരുന്നു. ഇത് സിംഗിൾ പെറ്റൽ വരുന്നത്. ഇതിന് വിത്ത് കിളുത്തിരിക്കുന്നത് ഇതിൻ്റെ പോലത്തേതാണ് ഉള്ളത്. സിംഗിൾ പെറ്റൽ വരുന്നതിൻ്റെ വിത്ത് കിളുത്തിരിക്കുന്നത്. ഇതും പൂ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് വെള്ളയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.